ഡിജി ലൈഫ് ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തുടർന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് ഏജ്, അതേപോലെ പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇത് മൂന്നുമാണ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. passport.india.government.in എന്നാണ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നിന്നും പാസ്പോർട്ട് സേവ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ സൈറ്റിലേക്ക് കടന്നു. ഇവിടെ നിന്നും ന്യൂ യൂസർ രജിസ്ട്രേഷൻ, അതേപോലെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ, രണ്ട് ഓപ്ഷൻസ് കാണാം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ ചെയ്ത് കയറുക. ഇവിടെ ന്യൂ ആണെങ്കിൽ ഈ കാണുന്ന പേജിലേക്ക് നമ്മൾ കിടക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നൽകി ക്യാപ്ചയും അടിച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. എനിക്കിവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതിനാൽ ഞാൻ നേരിട്ട് ലോഗിൻ ചെയ്യുകയാണ്. എൻ്റെ ഐ ഡി നൽകി പാസ്വേഡ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്യാപ്ച അടിച്ച് നൽകുക. ദെൻ ലോഗിനിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലൈ ഫോർ ന്യൂ ഉണ്ട്, റീഇഷ്യൂ ഉണ്ട്. നമ്മൾ ന്യൂ പാസ്പോർട്ട് എടുക്കുന്നതാണ് എന്ന് നോക്കുന്നത്. താഴെ നമുക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ സൈറ്റിൽ കയറി ചെയ്യാവുന്ന ഓപ്ഷൻസൊക്കെ കാണാം. അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് വരുന്നു. അവിടെ നിന്നും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഫ്രഷ് പാസ്പോർട്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ റീഇഷ്യൂ ആണെങ്കിൽ ആ ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമൽ, തൽക്കാൽ രണ്ടിനുമുണ്ട്. നോർമൽ അപ്ലൈ ചെയ്യുന്നു. തൽക്കാൽ അപ്ലൈ ചെയ്താൽ പാസ്പോർട്ട് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ പേജ് എത്രയാണോ അതും സെലക്ട് ചെയ്യുന്നു. അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ആദ്യം പേര് അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. പേരിനോട് കൂടി മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അതും ഫസ്റ്റ് കോളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം. സെക്കൻഡ് കോളത്തിൽ സർനെയിം ടൈപ്പ് ചെയ്യുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഓപ്ഷൻ നോയാണ്, അത് അങ്ങനെ തന്നെയാണ്. അടുത്തതും നോ സെലക്ട് ചെയ്യുക. വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നാണ്. നോ. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. അടുത്തത് നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് ആണ്. നമ്മൾ ജനിച്ചത് ഏത് ഹോസ്പിറ്റലാണോ അതിൻ്റെ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി, ആ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലം, വില്ലേജ് ഓർ ടൗൺ സെലക്ട് അവിടെ ടൈപ്പ് ചെയ്ത് നൽകണം. ദെൻ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് വരുന്നത്, മാർഷൽ സ്റ്റാറ്റസ്, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് നൽകുക. കൺട്രി ബർത്ത്, അത് ഇന്ത്യ ആണെങ്കിൽ ബർത്ത് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ECR കാറ്റഗറിയിൽ വരുന്നവർ യെസ് നൽകണം. അല്ലാത്തവർ നോൺ ECR നോ നൽകി മുന്നോട്ട് പോവുക. ഏതൊക്കെയാണ് ECR ലിസ്റ്റിൽ വരുന്നതെന്നാണ് ഈ ബോക്സിൽ കാണിക്കുന്നത്. 10 പാസ്സാകാത്തവർ ECR കാറ്റഗറിയിൽ വരുന്നവരാണ്. അവർ എസ് നൽകി മുന്നോട്ട് പോകണം. അതല്ലാത്തവർ നോ നൽകി അടുത്തതിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. SMC ബുക്കിലുണ്ടാവും, അത് നോക്കി നൽകുക. അതിനുശേഷം ആധാർ നമ്പർ, അത് ടൈപ്പ് ചെയ്ത് നൽകണം. ആധാർ നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് നൽകിയാൽ താഴെ ഒരു ബോക്സിൽ ഐ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് എസ് നൽകി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഫാമിലി ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇവിടെ ഫാദറിൻ്റെ നെയിം ആദ്യം ടൈപ്പ് ചെയ്യണം. സർനെയിം ഉണ്ടെങ്കിൽ അതും, അതിനുശേഷം മദർ നെയിം, സർനെയിം ഉണ്ടെങ്കിൽ അത്, അതല്ല ഗാർഡിയൻ നെയിമാണുള്ളതെങ്കിൽ ആ പേര് നൽകുക.
അതിനുശേഷം മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ പേര് നൽകണം. ഇത്രയും നൽകി നെക്സ്റ്റ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അടുത്തത് പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ് വരുന്നത്. നമ്മുടെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് നൽകണം. വീട്ടുപേര്, PO, അതേപോലെ സ്ഥലം ഇത്രയും നൽകുക. അതിനുശേഷം താഴെ വില്ലേജ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് നൽകണം. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഇതും അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് രണ്ടും കൃത്യമായിട്ട് തന്നെ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യാൻ വരും. നമ്മുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ ഏതാണോ അതുകൂടി സെലക്ട് ചെയ്ത് നൽകുക. പോലീസ് ക്ലിയറൻസ് ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നൽകാൻ നോക്കുക. ദെൻ പിൻകോഡ് ടൈപ്പ് ചെയ്ത് നൽകുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇത്രയും കൂടി നൽകുക. താഴെ കൊടുത്തിരിക്കുന്നത് പെർമനൻ്റ് അഡ്രസ് അവൈലബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് നൽകുക. ഓക്കെ, അപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണോ പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണെങ്കിൽ എസ്സും, അതല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും നൽകി പ്രസൻറ്റ് അഡ്രസ്സ് ഏതാണോ അതുകൂടി ടൈപ്പ് ചെയ്ത് നൽകണം. എനിക്കിവിടെ രണ്ടും പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് പ്രസൻറ്റ്, അതുകൊണ്ട് രണ്ടും യെസ് നൽകി വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇവിടെ എമർജൻസി കോൺടാക്റ്റ് ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ നെയിമും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് നൽകണം. താഴെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ചോദിച്ചിട്ടുണ്ട്, അതുകൂടി ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിനായി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. ആദ്യത്തത് ഓട്ടോമാറ്റിക്കായി നോ വന്നിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ന്യൂ എടുക്കുന്നവർക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് വേണ്ടത്, ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ. അത് ക്ലിക്ക് ചെയ്ത് നൽകണം. അടുത്തത് ഇതിനു മുന്നേ അപേക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അതും ന്യൂ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമ്മൾ എല്ലാം ന്യൂയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും തന്നെ കൊടുത്ത ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊമോ ഇവിടെ കാണാം. പാസ്പോർട്ടിൻ്റെ നമ്മൾ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ്, ഒരു പാസ്പോർട്ടിൻ്റെ ഇത് എങ്ങനെയാണോ വരുന്നത് അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നൽകിയിരിക്കുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത ശേഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രീവിയസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറകിൽ പോയി തിരുത്താം. അതല്ലെങ്കിൽ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് സെൽഫ് ഡിക്ലറേഷനാണ് വരുന്നത്. നമ്മുടെ ഏജ് പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഈ രണ്ട് പ്രൂഫുകളാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് നൽകേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകേണ്ടത്. നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ മാത്രമാണ് ഡോക്യുമെൻ്റ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ ഏതാണോ ഡോക്യുമെൻ്റ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്യുമെൻ്റ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. നിങ്ങളുടെ കൈവശമുള്ള ഏജ് പ്രൂഫ് ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് നൽകുക. ഇതുപോലെ തന്നെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ് എടുക്കുക. ഏജ് പ്രൂഫായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്, SLC, വോട്ടർ ID, ലൈസൻസ്, പാൻ കാർഡ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് രണ്ടും സെലക്ട് ചെയ്ത് നൽകിയ ശേഷം വീണ്ടും താഴെ കാണുന്ന പ്ലേസ് എന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥലം ടൈപ്പ് ചെയ്ത് നൽകുക. ദെൻ I agree എന്ന ഭാഗത്ത് ടിക്ക് നൽകിയ ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണിത്. സേവ് മൈ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രിവ്യൂ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ എഡിറ്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ പ്രിവ്യൂ നോക്കി നമുക്ക് ബാക്ക് അടിച്ച് പോയി എഡിറ്റ് വരുത്താവുന്നതാണ്. കറക്ഷൻസ് ഇല്ലാതെ ചെയ്യുവാൻ ശ്രമിക്കുക. ഇവിടെ
ഇനി പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന ഹെഡിങ്ങിൽ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാകും. എല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് അടുത്തതായിട്ട് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകളെല്ലാം ഓപ്ഷനിൽ ഉണ്ടാവും. അത് നോക്കി കൃത്യമായിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം പേയ്മെൻറ്റ് അടയ്ക്കുവാൻ വരും. 1500 രൂപയാണ് നോർമലിൽ വരുന്നത്. പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി തൽക്കാലം എടുക്കുന്നവർക്കാണെങ്കിൽ 3500 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. ആ രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.